നമസ്കാരം. ഇസ്രായേൽ അമേരിക്കൻ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാരം ഇറാൻ നടത്തുന്നത് കോടികൾ പൊടിപൊടിച്ചാണ്. യുദ്ധ സാഹചര്യങ്ങളും അതുപോലെ തന്നെ കനത്ത സുരക്ഷാ ആശങ്കകളും കാരണമാണ് ചടങ്ങുകൾ 4 മാസത്തോളം വൈകിയത്. ദുരന്തം മുന്നിൽ കണ്ട് ഖബർ ഒരുക്കിയിരിക്കുന്ന ഒരു രാജ്യത്തെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്ന ഒന്നല്ല. എന്നാൽ ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ ആളുകൾ മരിച്ചു വീഴണമെന്ന് ഇറാൻ പരോക്ഷമായി ആഗ്രഹിക്കുകയാണ്. അതും അവർക്ക് തങ്ങളുടെ രാജ്യത്തിന് നേതാവിനോടുള്ള കൂറ് കാണിക്കാനുള്ള അടവാണ്. 2 കോടി വരുന്ന ജനക്കൂട്ടവും കടുത്ത ചൂടും ആൾക്കൂട്ട ദുരന്തമുണ്ടായാൽ 3000 വരെ മരണങ്ങൾ സംഭവിച്ചേക്കാമെന്നാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത്. ഇത് മുന്നിൽ കണ്ട് ടെഹ്റാനിലെ പ്രശസ്തമായ ബെഹെഷ്ത് ഇ സഹ്റ സെമിത്തേരിയിൽ ആയിരക്കണക്കിന് പുതിയ കല്ലറകൾ ഇതിനോടകം തന്നെ വെട്ടിയിട്ടിട്ടുണ്ടെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുൻകൂട്ടി തയ്യാറാക്കിയ കല്ലറകൾ യഥാർത്ഥത്തിൽ നിലവിലുണ്ട്. 3000 മരണം സംഭവിച്ചാലും അത് കൈകാര്യം ചെയ്യാൻ തയ്യാറായിരിക്കാനാണ് അധികൃതർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. സാധ്യത മരണങ്ങളും കാണാതാകുന്ന കേസുകളും കൈകാര്യം ചെയ്യാൻ പ്രത്യേക ഉദ്യോഗസ്ഥ വിഭാഗത്തെയും നിയോഗിച്ചു കഴിഞ്ഞു. ഇത്രയും വലിയ ജനക്കൂട്ടവും കടുത്ത ചൂടും ഉള്ളതിനാൽ എന്താണ് സംഭവിക്കുകയെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല എന്നാണ് ടെഹ്റാൻ മുനിസിപ്പാലിറ്റി അധികൃതർ പറയുന്നത്. വിലാപയാത്രകളിൽ വലിയ ദുരന്തങ്ങളുണ്ടായ ചരിത്രമാണ് ഇറാന്റേത്. 2020 IRGC കമാൻഡർ ഖാസിം സുലൈമാനിയുടെ വിലാപയാത്രക്കിടയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 56 പേർ കൊല്ലപ്പെടുകയും 200-ലധികം പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു. 1989 റൂഹുള്ള ഖമേനിയുടെ വിലാപയാത്രയും വലിയ അരാജകത്വത്തിലാണ് കലാശിച്ചത്. അന്ന് 8 പേർ മരിക്കുകയും 100 കണക്കിന് ആളുകൾക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. വൻ ജനക്കൂട്ടത്തിനൊപ്പം രാജ്യത്തിന്റെ സൈനിക രാഷ്ട്രീയ നേതൃത്വം ഒന്നാകെ ഒത്തുകൂടുന്നത് വലിയ സുരക്ഷാ ആശങ്കകളാണ് ഉയർത്തുന്നത്. പുതിയ നേതാവ് മുജ്തബ ഖമേനിയെയും വധിക്കാൻ ലക്ഷ്യമിട്ടിട്ടുണ്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞതിന് പിന്നാലെ ഇറാനെതിരെയുള്ള നീക്കങ്ങൾക്കെതിരെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വ്യോമകര മാർഗങ്ങളിലൂടെയുള്ള ആക്രമണ ഭീഷണികൾ നിലനിൽക്കുന്നതിനാൽ തിങ്കളാഴ്ച ടെഹ്റാനിലെ വ്യോമപാത പൂർണ്ണമായും അടച്ചുപൂട്ടിയിരിക്കുകയാണ്. നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി 10,000-കണക്കിന് ബസ്സുകളും സൗജന്യ മെട്രോ സർവീസുകളും താൽക്കാലിക താമസ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതേസമയം ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ലോകരാഷ്ട്രങ്ങളെ തടയാൻ അമേരിക്ക ശക്തമായ നയതന്ത്ര സമ്മർദ്ദം ചെലുത്തിയതായി ഇറാൻ മാധ്യമങ്ങൾ പറഞ്ഞു. ചടങ്ങിൽ പങ്കെടുത്താൽ സാമ്പത്തിക നയതന്ത്ര സഹായങ്ങൾ തടയുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് 3 കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, 5 ആഫ്രിക്കൻ രാജ്യങ്ങൾ, അറബ്, ഗൾഫ്, കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ 13 രാഷ്ട്രങ്ങൾ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നുവെന്നാണ് ഇറാന്റെ തസ്നീം ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തത്. എങ്കിലും ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ എന്നിവരുൾപ്പെടെ 100-ലധികം രാജ്യങ്ങളുടെ പ്രതിനിധികൾ പൊതുദർശന ചടങ്ങിൽ പങ്കെടുത്തതായി ഇറാൻ അവകാശപ്പെട്ടു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബീഹാർ ഗവർണറും പ്രതിനിധി സംഘവുമാണ് ചടങ്ങിൽ സംബന്ധിക്കുന്നത്. മേഖലയിലെ മറ്റ് തന്ത്രപ്രധാന നീക്കങ്ങളുടെ ഭാഗമായി ഹോർമോസ് കടലിടുക്കിലെ മൈനുകൾ നീക്കം ചെയ്യാനും UK-യുമായി ചേർന്ന് അന്താരാഷ്ട്ര കപ്പൽപാത തുറക്കാനുമായി ഫ്രാൻസ് വിന്യസിച്ചിരുന്ന പടക്കപ്പൽ വ്യൂഹത്തെ അവിടുന്ന് പെട്ടെന്ന് പിൻവലിച്ചതായും റിപ്പോർട്ടുകളുണ്ട്.